ഹായ്, സതി സ്റ്റിച്ചിങ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ നല്ല ഒരു ഡ്രസ്സിൽ ഇതുപോലെ എവിടെയെങ്കിലും തട്ടി കൊളുത്തി ഇതുപോലെ കീറിപ്പോകാറുണ്ടല്ലേ. അത് ചിലപ്പോൾ സാരി ആയിരിക്കും, ചുരിദാറായിരിക്കും, ഷർട്ടായിരിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിപ്പോൾ സൈഡിലെങ്ങാനും ആയിരുന്നെങ്കിൽ നമുക്കത് ഒഴിവാക്കി കുറച്ച് വണ്ണം കുറയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് പോവും. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഈ ഭാഗത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെയും കുറച്ച് കട്ട് ചെയ്ത് ഇതിനെ അങ്ങ് ഒഴിവാക്കി കുറച്ച് ഇറക്കം കുറയുമെന്നേ ഉള്ളൂ. ഇതങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്തായിപ്പോയി. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതിനെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തെടുക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ ടോപ്പിൽ ചെയ്യുന്നത് മാത്രമല്ല കാണിക്കുന്നത്, ഒരു ഷർട്ടിൽ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. പ്ലെയിൻ ആയിട്ടുള്ളൊരു തുണി, ഒരു ഡിസൈനോ ഒന്നുമില്ലാത്തൊരു തുണിയിൽ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ പല ടൈപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. ഈ മോഡൽ ടോപ്പിന് സൈഡ് സ്ലിറ്റ് ഇല്ലെന്നറിയാമല്ലേ. എന്നാൽ സൈഡ് സ്ലിറ്റ് വരുന്ന ഈ ഭാഗത്ത് നമുക്ക് നല്ല ചുളിവൊന്നും ഇല്ലാതെ നേരെ ഇടണം. ഇത് അകവശം എടുത്തിട്ടാണ് ഇങ്ങനെ ഇടേണ്ടത്. ഇതുപോലെ മടക്കിയിടാം. ലൈനിങ് മുകളിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അതിൽ ലൈനിങ്ങിൽ ഒന്നും ടച്ച് ആവാതെയാണ് നമ്മൾ ചെയ്യുന്നത്. എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ഫ്യൂസിങ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് നമുക്ക് പെട്ടെന്ന് അത് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്ന് ആക്കാൻ പറ്റും. പക്ഷെ അതിനൊട്ടും ഒരു സ്ട്രോങ് ആയിരിക്കത്തില്ല. നമ്മൾ വീണ്ടും അതൊന്ന് തട്ടിയാൽ അത് വീണ്ടും ചിലപ്പോൾ നമ്മൾ ബസ്സിൽ എവിടെയെങ്കിലും വെച്ച് പോകുമ്പോഴായിരിക്കും വീണ്ടും ഇതങ്ങനെ ആവുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നല്ല ഒരിക്കലും പോകത്തില്ല. ആ രീതിയിലാണ് ഇത് കാണിക്കുന്നത്. ഒരുപാട് ഫ്ലെയർ ഉള്ള ടോപ്പ് ആയതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങനെ കുറേച്ച് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത്രയും ഫ്ലെയർ ഇല്ലാത്ത ടോപ്പിലും ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോയിൽ തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലേ, സൈഡ് തച്ച സ്റ്റിച്ച്, അത് അഴിച്ച് തന്നെ എടുക്കണം. അത് കട്ട് ചെയ്ത് മാറ്റരുത്. കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൽ നിന്ന് കുറേ കുറഞ്ഞു പോകും. ഇപ്പോൾ കുറച്ചൊക്കെ തയ്യൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ കാണുമ്പം നിങ്ങളുടേതായ പുതിയ പുതിയ ചില ഐഡിയകളും കൂടി കിട്ടും. നിങ്ങൾ ഇതുപോലെ ഡാമേജ് ആയിരിക്കുന്ന ഡ്രസ്സുകളെ കൂടുതൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ, ഇല്ലെങ്കിൽ ചുളുക്ക് വരും. അപ്പം നമ്മളിതാ കട്ട് ചെയ്തെടുത്ത ഈ പീസ് നമ്മുടെ ഈ ഡാമേജ് ആയി പോയ ഭാഗത്തിൻ്റെ അടിയിൽ വെച്ച് നമുക്കൊന്ന് തയ്ക്കണം. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണിയാണ്. ഈ സ്ഥാനത്ത് നമ്മൾ മെയിൻ പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ച് തയ്ക്കണം. നമ്മുടെ ഡാമേജ് എത്രയാണോ അതിനേക്കാളും വലുതായൊരു പീസ് വേണം എടുക്കേണ്ടത്. എന്നിട്ടത് കറക്റ്റായിട്ട് വയ്ക്കുകയും വേണം. ഇതിൽ കുറച്ച് നൂലൊക്കെ ഇളകി ഇരിപ്പുണ്ടായിരിക്കും. അതെല്ലാം കട്ട് ചെയ്ത് അതിന് വൃത്തിയാക്കിയ ശേഷം തയ്ക്കാം. നമ്മൾ തയ്ക്കുമ്പം ഒരിക്കലും നമ്മൾ കൂട്ടിച്ചേർത്ത് ഗ്യാപ്പില്ലാതെ തയ്ക്കരുത്. ഇപ്പോൾ തന്നെ നൂല് കട്ട് ചെയ്ത് പോയില്ലേ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സെയിം തുണിയല്ലേ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. ആദ്യം നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ മെഷീൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ നിർത്തിയല്ല, ഇതിൻ്റെ പുറത്തിന് വേറെയും അടുത്ത സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിച്ചേർത്ത് തയ്ക്കരുത്. ഇങ്ങനെ തന്നെ വെച്ച് തയ്ച്ച ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ലേ ഒരു പീസ്, അതിൽ നിന്ന് നമുക്ക് യോജിച്ച ഡിസൈൻ എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് തയ്ക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ തുമ്പ് മടക്കാനുണ്ടായിരിക്കണം. തുമ്പ് മടക്കി വെച്ച് തയ്ക്കാം. ഇനി ഇതുപോലെ ഡിസൈനൊന്നും കട്ട് ചെയ്തെടുക്കാനില്ലാത്ത സൈഡ് സ്ലിറ്റ് ടോപ്പുകൾക്ക് എന്ത് ചെയ്യുമെന്ന് ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ അകവശം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ തുമ്പ് അതുകൊള്ള കട്ട് ചെയ്ത് കളയാം. ആ ഡിസൈൻ കഴിഞ്ഞ ശേഷം ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ, ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിരിക്കും. ആ ഡാമേജായ ഭാഗത്തിന് ഒരു പ്രശ്നവും വരത്തില്ല. ഇതുപോലെ നമുക്ക് ആ ഡാമേജായ ഭാഗത്തിന് നല്ല സ്ട്രോങ് ആയിട്ട് വയ്ക്കാം. ഇനി ഒരെണ്ണം മാത്രമായിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു അഭംഗിയായിരിക്കും. ഒത്തിരി നമുക്ക് തോന്നുന്ന ഭംഗിയാവുമെന്ന് തോന്നുന്ന രീതിക്ക് പല രീതിക്ക് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റില്ലേ, അവിടെ അങ്ങ് സാധാരണ സ്ലിറ്റ് ഇല്ലാത്ത പോലെ തയ്ച്ചാൽ മതി. ഇതുപോലെ വരുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നത്തിനും നമുക്കത് തയ്ച്ച് ക്ലിയറാക്കി പഴയതിനേക്കാളും സൂപ്പറായിട്ട് ഇടാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഷർട്ടിൽ ഇങ്ങനെ വന്നാൽ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് പറയാം. അതിനു മുമ്പ് നമ്മുടെ സാരിയിൽ, ബ്ലൗസിൽ, നമ്മളെ ബ്ലൗസിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. മുതുക് ഭാഗത്തൊക്കെ ഇതുപോലെ പിന്നി പോകാറുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കാൻ പോവാണ്.
നമ്മൾ ഇപ്പോൾ തച്ച ഈ ടോപ്പിൽ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഒട്ടും കട്ട് ചെയ്തെടുക്കാനില്ലാത്ത ടോപ്പുകൾക്ക്, ഒരു ഡിസൈനും ഇല്ലാത്ത ടോപ്പുകൾക്ക് എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ആദ്യം അടിയിലൊരു പീസ് കൊടുത്തിട്ട് മെഷീൻ സ്റ്റിച്ച് കൊടുത്തില്ലേ, അതേപോലെയാണ് ഇതായി വരച്ചിരിക്കുന്നത്. ഇനി ഈ വരച്ചിരിക്കുന്നതിലാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. മനസ്സിലാവാത്തവരുണ്ടോ? മറ്റത് കീറിപ്പോയായിരുന്നു, ഇത് കീറിപ്പോവാതെ തന്നെ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അടിയിൽ ഒരു പീസ് കൊടുത്തിട്ട് മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് അത് സ്ട്രോങ് ആക്കണം. ഇനി ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ച് ആരും കാണരുത്, കൂടുതൽ ഭംഗിയാവുകയും വേണം. അപ്പോൾ അതിന് നമുക്ക് വെള്ള നൂലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. നമ്മളെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ്. സൂചിയിൽ നൂല് കോർത്ത് ഒരു ചെയിൻ ആദ്യം തയ്ക്കണം. എന്നിട്ട് ആ നൂലിൽ തന്നെ ഒരു മുത്ത്, നമുക്ക് ആ ഡ്രസ്സിന് ചേരുന്ന ഏതെങ്കിലും മുത്ത്, നമുക്ക് ഈ സ്റ്റിച്ച് മെഷീൻ സ്റ്റിച്ച് പോയിരിക്കുന്നത് ഒന്ന് കാണാതാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മുത്തെടുത്ത് വീണ്ടും അടുത്ത ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് നിറയെ ആ ഒരു ലൈൻ എൽ ഷേപ്പ് ഫുള്ള് ഇതങ്ങ് തച്ച് കഴിഞ്ഞാൽ ആ ഒരു തച്ചതായിട്ട് ആരും കാണത്തില്ല, നമുക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ആദ്യം കാണിച്ച ടോപ്പിൽ ചെയ്തില്ലേ, അതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്ത എല്ലാ ടോപ്പിലും, ബ്ലൗസിലും, സാരിയിലും, ഏത് ഡ്രസ്സായാലും നമുക്കിത് ചെയ്യാം. നല്ല ഭംഗിയില്ലേ? ഒരു കറുപ്പ് ബ്ലൗസ് പീസും വെള്ള നൂല് ചുവപ്പ് മുത്തും. ഇതിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കറുപ്പ് അത്രയ്ക്ക് അറിയുന്നില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പം ഇഷ്ടമുള്ള കളറ്, മുത്ത്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡാമേജ് വരാതെ നമ്മളെ ഡ്രസ്സുകളിൽ, ബ്ലൗസിലൊക്കെ സൂപ്പറായിരിക്കും കഴുത്തിലൊക്കെ ഇതുപോലെ ചെയ്താൽ. ഇപ്പോൾ കാണിച്ച ഹാൻഡ് എംബ്രോയ്ഡറി നൂലിന് വെറും 3 രൂപയേ ഉള്ളൂ. ഈ മുത്തും നൂലും ഒന്നും അല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ ചോക്ക് വെച്ച് വരച്ച് ഇത് തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ തയ്ച്ചാൽ അത് വേറൊരു ഡിസൈനായിട്ട് മാറും. ഇനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാണിക്കുന്നത്. എപ്പോഴും ഇതുപോലെ എൽ ഷേപ്പിൽ മാത്രമായിരിക്കില്ല, വേറെ പല ഷേപ്പിലും നമുക്ക് ഡാമേജ് വരാം. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ചെയിൻ, കല്ലുള്ളതും മുത്തുള്ളതും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് ജസ്റ്റ് ഒട്ടിച്ചെടുത്താലും മതി. പക്ഷേ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിയിലൊരു പീസ് വെച്ച് അതിന് നേരെ ചുളുക്കൊന്നും ഇല്ലാതെ തയ്ക്കണം. 2 വശത്തും മെഷീൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്താണ്, ആ മെഷീൻ സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ഗം വെച്ച് ഒട്ടിച്ചാൽ മാത്രം മതി. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൂടെ ഒരു സ്റ്റിച്ച് വെറുതെ നൂലിങ്ങനെ ചുറ്റി ചുറ്റി പോവാം ഇടയ്ക്കിടയ്ക്കെങ്കിലും. കാര്യം മറ്റുള്ള നേരത്തെ കാണിച്ചതിൻ്റെ അത്രയൊന്നും സ്ട്രോങ് അല്ല ഇത്, പെട്ടെന്ന് കാര്യം കഴിയുമെന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മടിക്കല്ലേ. ഇനി നമുക്ക് ഷർട്ടിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഷർട്ടിൽ ഇതേപോലെ പല ഭാഗത്തും ഡാമേജ് വരാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ആദ്യം കാണിച്ച പോലെ ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്കിതിൽ പീസ് എടുത്ത് വെക്കാൻ പറ്റും. എവിടെ നിന്നാണെന്ന് പറയാം. ഇപ്പോൾ ലൈനുള്ള തുണിയാണെങ്കിൽ നമുക്ക് പീസ് എവിടെ നിന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് ഇതുപോലെ ലൈനുള്ള തുണിയാണെങ്കിൽ പീസ് വെച്ച് തയ്ക്കുന്നത് അടിയിലല്ല, മുകളിലാണ്. ഇപ്പം ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്താണ് പോയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ലൈൻ ഈ ലൈൻ അതേ ലെവലിൽ വരത്തക്ക വിധം പീസ് വെച്ച് സെയിം കളർ നൂല് വെച്ച് തയ്ക്കാനേ പറ്റൂ. പിന്നെ വളരെ ചെറിയ എംബ്രോയ്ഡറി നമ്മൾ നേരത്തെ ചെയ്തതായാലും അല്ലാതെ സ്റ്റെം സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ പോക്കറ്റിൻ്റെ സൈഡിലൊക്കെ മിക്ക ഷർട്ടിലും നമ്മൾ ചെറിയ എംബ്രോയ്ഡറി ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറുതായിട്ടേ പോയിട്ടുള്ളെങ്കിൽ അവിടെ നമുക്ക് ചെറിയ എംബ്രോയ്ഡറി ഒക്കെ കൊടുക്കാൻ പറ്റും. ഹാൻഡ് എംബ്രോയ്ഡറി നേരത്തെ കാണിച്ചതിന് മുത്തൊഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്താൽ മതി. പിന്നെ കുറച്ചുകൂടി വലുതായിട്ടാണെങ്കിൽ നമുക്ക് പീസ് എടുത്ത് വെച്ച് തയ്ക്കാം. പീസ് മുകളിൽ നല്ല വശത്ത് തന്നെയാണ് വെച്ച് തയ്ക്കേണ്ടത്. അപ്പോഴും ഇതിൻ്റെ അടിഭാഗത്ത് ആ പിന്നിയ ഭാഗത്തൊരു കുറച്ച് ഏതെങ്കിലും കളറായാലും കുഴപ്പമില്ല, നല്ല ഭാഗത്ത് അത് കാണുന്നില്ല. ഷർട്ടൊക്കെ ആകുമ്പം കുറച്ച് കട്ടി ഉണ്ടായിരിക്കുമല്ലേ. നമുക്ക് അടിയിലൊരു പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ നല്ല പീസ് എടുത്ത് വെക്കാം. ഇനി പീസ് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് പറയാം. 2 സ്ഥലത്തു നിന്നാണ് നമുക്ക് ആകെ ഷർട്ടിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഷോൾഡറില്ലേ, ഈ ഷോൾഡറിൽ ഇത് 2 പീസാണ്. ഷോൾഡറിൽ 2 പീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം വേറൊരു വഴിയില്ലാത്ത സാഹചര്യത്തിൽ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ അത് വേണ്ടത്, ഏത് ഭാഗത്താണ്, അപ്പോൾ ആ ലൈന് അനുസരിച്ച് ഇപ്പം 3 ലൈൻ വരുന്നതാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആ 3 ലൈൻ ഇവിടെ നിന്ന് വരത്തക്ക വിധം കട്ട് ചെയ്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വേറൊരു പീസ് വെച്ച് തയ്ക്കണം.
ആ ആ തയ്ക്കുന്ന സ്റ്റിച്ച് നല്ല വശത്ത് വൃത്തികേടാവാതെ ഈ ലൈനിൽ കൂടി വെള്ള നൂലിട്ട് സ്റ്റിച്ച് ചെയ്താൽ അറിയത്തില്ലല്ലേ. അതേപോലെ നമ്മൾ ആ ഒരു ഷർട്ടിൻ്റെ ഒരു ഡിസൈനായാലും ലൈനായാലും ചെക്കായാലും അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഈ തയ്ക്കുന്ന സ്റ്റിച്ച് പുറത്ത് കാണാതെ തയ്ക്കാൻ പറ്റും. ഇതിലിപ്പോൾ അങ്ങനെ ഒരു ഡാമേജ് ഒന്നും വന്നില്ല. ഇതുപോലെ റിപ്പയർ ചെയ്തപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതേപോലെ പിന്നെ പീസ് എടുക്കാൻ പറ്റുന്നത് കുറച്ചുകൂടി പാടാണ് നമ്മൾ ഈ പോക്കറ്റ് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ അകവശത്ത്. അപ്പോൾ ഈ പോക്കറ്റിങ് ഇളക്കിയെടുത്ത് ആ പോക്കറ്റ് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ പകരം ഒരു പീസ് വെച്ചങ്ങ് തയ്ക്കണം, വെളി കാണാത്ത രീതിയിൽ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ പോക്കറ്റ് വെച്ചങ്ങ് തയ്ക്കാം. അപ്പോൾ ഇവിടുന്ന് എടുത്തതായിട്ട് അറിയത്തേ ഇല്ല. എന്നിട്ട് നമുക്ക് ആ ഷർട്ടിൽ ആ പീസ് വെച്ച് തയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.